പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് 21-ാമത്തെ ശ്ലോകം മുതലാണ് ചിന്തിച്ചു തുടങ്ങേണ്ടത്. 20 ശ്ലോകങ്ങൾ നമ്മൾ പൂർത്തിയാക്കി. 115 ദിവസങ്ങളായിട്ട് നാം ഏകാത്മതാ സ്തോത്രം ചർച്ച ചെയ്തു. 33 ശ്ലോകങ്ങളാണ് ഏകാത്മതാ സ്തോത്രത്തിലുള്ളത്. ഇനിയും 13 ശ്ലോകങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. 21-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: രവിവർമാഭാദഗണ്ഡേ ഭാഗ്യചന്ദ്രസ്സ ഭൂപതി കലാവന്തശ്ച വിഖ്യാതാം സ്മരണീയാ നിരന്തരം. രവിവർമാഭാദഗണ്ഡേ ഭാഗ്യചന്ദ്രസ്സ ഭൂപതി കലാവന്തശ്ച വിഖ്യാതാം സ്മരണീയാ നിരന്തരം. നമുക്കിന്ന് ചിന്തിക്കേണ്ടത് രാജാ രവിവർമ്മ. മലയാളികളായ നമുക്കൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ചിത്രകലയുടെ കുലപതി. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു ദേവിയുടെയോ ദേവന്റെയോ മനുഷ്യരൂപത്തിലുള്ള ചിത്രം കാണുമ്പോൾ നാം ഓർക്കുന്ന പേരാണ് രാജാ രവിവർമ്മയുടേത്. ഭാരതത്തിലെന്നല്ല, ലോകത്തു തന്നെ ആധുനിക ചിത്രകലാരംഗത്ത് എടുത്തു പറയപ്പെടുന്ന മഹാനായ ചിത്രകാരനായിരുന്നു രാജാ രവിവർമ്മ. 1848 ഏപ്രിൽ 4 കിളിമാനൂർ കൊട്ടാരത്തിൽ നീലകണ്ഠ ഭട്ടതിരിപ്പാടിൻ്റെയും ഉമാമ്പ തമ്പുരാട്ടിയുടെയും മകനായി ജനിച്ച കുഞ്ഞിന് ചിത്രകലയിൽ ജന്മസിദ്ധ വാസനയുണ്ട് എന്ന് വേഗം തന്നെ വെളിവായി. ഇഴഞ്ഞു നീങ്ങിയിടത്തും മുട്ടുകുത്തി നടന്നിടത്തും പിച്ചവെച്ചു നടന്നിടത്തുമെല്ലാം അവൻ വരയോട് വര തന്നെ. അച്ഛനും അമ്മയും കുട്ടിയെ നിരുത്സാഹപ്പെടുത്തിയില്ല. അച്ഛൻ കൊച്ചി ഭാഗത്തെ അറിയപ്പെട്ടിരുന്ന സംസ്കൃത വിദ്വാനായിരുന്നു. അമ്മ നല്ല കവയിത്രിയും. 14-ാം വയസ്സിൽ ആ കൊച്ചു കലാകാരന്റെ പ്രശസ്തി കേട്ട് ആയില്യം തിരുനാൾ മഹാരാജാവ് രവിവർമ്മയെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി. വിടർന്നു വരുന്ന ഈ കലാകുസുമത്തെ പൂർണ്ണ വികസനത്തിനായി അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ എണ്ണച്ചിത്ര കലാകാരനായിരുന്ന രാമസ്വാമി നായിഡുവിൻ്റെ ശിക്ഷണത്തിലാക്കി. തഞ്ചാവൂർ ശൈലിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ശിക്ഷണം. ദിയോഡോർ ജോൺസൺ എന്ന ഡച്ച് ചിത്രകാരൻ തിരുവിതാംകൂറിൽ വന്നപ്പോൾ രവിവർമ്മ അദ്ദേഹത്തിൽ നിന്നും യൂറോപ്യൻ ചിത്രകലാവിദ്യകളും പഠിച്ചു. പ്രാചീന ഭാരതീയ ബിംബങ്ങളും തഞ്ചാവൂർ ശൈലിയും യൂറോപ്യൻ ശൈലിയുമൊക്കെ മനോഹരമായി ഇണക്കിച്ചേർത്ത ഒരു പുത്തൻ തനതു ശൈലിയിലായിരുന്നു രവിവർമ്മയുടെ ചിത്രകല. മഹാഭാരത രാമായണ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിച്ച ചിത്രങ്ങളായിരുന്നു. ദമയന്തിയും ശകുന്തളയും എടുത്തു പറയാവുന്നവയാണ്. നിരവധി പ്രഭുക്കന്മാർ തങ്ങളുടെ ഛായാചിത്രങ്ങൾ രാജാ രവിവർമ്മയെ കൊണ്ട് വരപ്പിക്കുന്നതിൽ അഭിമാനം കൊണ്ടു. അത്തരം നിരവധി ചിത്രങ്ങൾ ഭാരതത്തിലെയും വിദേശത്തെയും രാജകൊട്ടാരങ്ങളെയും പ്രഭുകുടുംബങ്ങളെയും അലങ്കരിച്ചിരുന്നു. ദക്ഷിണേന്ത്യൻ സ്ത്രീത്വം അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ മികവിൽ കൂടുതൽ വെട്ടിത്തിളങ്ങി. മാവേലിക്കര കോവിലകത്തെ കൊച്ചുപങ്കി എന്ന ഭാഗീരഥിബായി തമ്പുരാട്ടിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. മക്കളിൽ ഒരാൾ കൊച്ചുനാളിൽ അപ്രത്യക്ഷനായി. മറ്റു മൂന്ന് പേരുടെയും സന്താന പരമ്പര ഇന്നും തുടരുകയാണ്. രാജാ രവിവർമ്മയുടെ പ്രശസ്തി കേട്ട് മൈസൂർ രാജാവും ബറോഡ രാജാവും അദ്ദേഹത്തെ ആസ്ഥാന കലാകാരനാക്കി. തൻ്റെ ചിത്രങ്ങൾക്ക് വേണ്ടി വിഷയവും മുഖവും തേടി അദ്ദേഹം ഭാരതം മുഴുവൻ യാത്ര ചെയ്തു. ആ യാത്രയിൽ അദ്ദേഹം വരച്ച ഭാരതത്തിലെ അന്നത്തെ പ്രമുഖരായ ഭരണാധികാരികളുടെ ചിത്രങ്ങൾ അവരുടെ ഭവനങ്ങളിൽ സ്ഥാനം പിടിച്ചു. അദ്ദേഹത്തെ തേടി നിരവധി പുരസ്കാരങ്ങൾ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും എത്തി. 1873 വിയറ്റ്നയിലെ ചിത്രപ്രദർശനത്തിൽ 1-ാം സ്ഥാനം രവിവർമ്മയ്ക്കായിരുന്നു. 1893 വേൾഡ് കൊളംബിയൻ പ്രദർശനം അമേരിക്കയിൽ നടന്നപ്പോൾ രവിവർമ്മയുടെ ചിത്രങ്ങളും അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു. 3 ഇനങ്ങളിലെ സ്വർണ്ണ പതക്കം അദ്ദേഹം അവിടെ നിന്നും നേടി. 1904 ബ്രിട്ടീഷ് സിംഹാസനം കൈസർ എ ഹിന്ദ് പുരസ്കാരം അദ്ദേഹത്തിന് നൽകി. ഒരു ഭാരതീയന് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ ഏറ്റവും ഉയർന്ന ബഹുമതിയായിരുന്നു ഇത്. രാജാ രവിവർമ്മയുടെ പ്രസിദ്ധ ചിത്രങ്ങളാണ് നായർ സ്ത്രീ, മുറിവേറ്റ ജടായു, ചിന്താവിഷ്ടയായ സ്ത്രീ, പഴം
പഴം നിറച്ച തളികയേന്തിയ സ്ത്രീ, ശ്രീകൃഷ്ണധൂത്, അർജുനനും സുഭദ്രയും, ഒരു ഭിക്ഷക്കാരുടെ കുടുംബം, കണ്വാശ്രമത്തിലെ കന്യ ശകുന്തള, ദമയന്തിയും ഹംസവും വിളക്കേന്തിയ സ്ത്രീ തുടങ്ങിയവ. 1894 തിരുവിതാംകൂർ ദിവാൻ ടി മാധവറാവുവിൻ്റെയും ബറോഡ രാജാവിൻ്റെയും ഉപദേശം സ്വീകരിച്ച് രാജാ രവിവർമ്മ തൻ്റെ സഹോദരൻ്റെ മേൽനോട്ടത്തിൽ മുംബൈയിൽ ഘാട്ട് കോപ്പറിൽ ഒരു ലിഥോ പ്രസ് സ്ഥാപിച്ചു. തൻ്റെ ചിത്രങ്ങൾ സാധാരണക്കാർക്ക് വില കുറച്ചു ലഭ്യമാക്കുവാൻ വേണ്ടിയായിരുന്നു ഈ പ്രസ് സ്ഥാപിച്ചത്. ദേവീ ദേവന്മാരുടേതടക്കം 500-ൽ പരം ചിത്രങ്ങൾ അടിച്ച് വിൽപ്പനയ്ക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1899 അച്ചടിശാല ലോണവാലയിലേക്ക് മാറ്റി. ഇന്ന് നാം കാണുന്ന വിധത്തിലുള്ള ദേവീ ദേവന്മാരുടെ ചിത്രങ്ങളെല്ലാം തന്നെ ഇങ്ങനെ തയ്യാറാക്കിയവയാണ്. 1906 ഒക്ടോബർ 2 ആധുനിക ഭാരതീയ ചിത്രകലയുടെ പിതാവായ രാജാ രവിവർമ്മ ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ അന്തരിച്ചു. സത്യം ശിവം സുന്ദരമെന്ന സങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ട് നൽകിയ ആ ധന്യജീവിതം അവസാനിച്ചെങ്കിലും ഇന്നും ആ സ്മൃതി നിലനിർത്താൻ കിളിമാനൂർ ഹൈസ്കൂൾ, മാവേലിക്കര കലാവിദ്യാപീഠം എന്നിവയും രാജാ രവിവർമ്മ പുരസ്കാരം നൽകി വരുന്നു. 2013 ചൊവ്വയിൽ കണ്ട ഒരു ഗർത്തത്തിന് രാജാ രവിവർമ്മയുടെ ഓർമ്മയ്ക്ക് വർമ്മഗർത്ഥം എന്നാണ് പേരിട്ടത്. തൻ്റെ ചിത്രങ്ങളിൽ പ്രദർശനാത്മകത കൂടുതലായി രവിവർമ്മ കാണിച്ചെന്നും അതിനു മുമ്പുണ്ടായിരുന്ന കലാശൈലികളെ പൂർണ്ണമായും തമസ്കരിച്ചെന്നും ആരോപണമുണ്ടായി, ചില വിമർശനമുണ്ടായിരുന്നു. എന്നാൽ ആ ദൈവിക പ്രതിഭയുടെ മാറ്റിനെ കുറക്കുവാൻ ഈ വിമർശനങ്ങൾക്ക് ഒട്ടും കഴിഞ്ഞില്ല. ഈ മഹാനായ ചിത്രകാരനെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.